എസ് മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ തലസ്ഥാനത്ത് ഈ കാവ്യരാഷ്ട്രീയത്തിന്റെ ഒരു സൗന്ദര്യ തിളക്കം തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ നഗരം കൈക്കുമ്പിളിൽ, താമരക്കുമ്പിളിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് BJPയെ ഈ നഗരത്തെ. ഇനി ഇവിടെ വികസനം എന്താണെന്ന് നഗരവാസികൾ അറിയാൻ പോകുന്നതേയുള്ളൂ. അത്തരത്തിലുള്ള വാഗ്ദാനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് BJP വോട്ടർമാരെ അഭിസംബോധന ചെയ്തത്. പിന്നീട് ഈ വിജയത്തിളക്കത്തിന് ശേഷവും BJP നേതാക്കൾ പറഞ്ഞ കാര്യം, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കാര്യം, ഈ വികസനം മുരടിപ്പിൽ നിന്ന് അനന്തപുരിയെ കരകയറ്റുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ പോകുകയാണ്. വളരെ വലിയ വാഗ്ദാനങ്ങൾ തിരുവനന്തപുരം നിവാസികൾക്ക്, തലസ്ഥാനവാസികൾക്ക് ലഭിക്കാൻ പോകുകയാണ്. വലിയ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് തിരുവനന്തപുരം നഗരവാസികൾ BJPക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഈ റാലി? നഗരവീഥികളിലൂടെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും വലിയ സ്വീകാര്യതയാണ് ഈ ഒരു ജൈത്രയാത്രയ്ക്ക്, അതായത് BJPയുടെ വിജയാഘാത യാത്രയ്ക്ക് കിട്ടുന്നത്. അതായത് വോട്ടർമാരെ കണ്ടുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് അങ്ങനെ BJP നേതൃത്വം മുന്നോട്ട് നീങ്ങുകയാണ്. ഈ ജൈത്രയാത്ര ഇവിടെ നിന്ന് തുടങ്ങുന്നത് അത് അനന്തപുരിയുടെ മാറ്റത്തിനായാണ്, അനന്തപുരിയുടെ വികസനത്തിനായാണ്. എന്തായാലും അങ്ങനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന ആ ഒരു യാത്ര അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ മുന്നിൽ നിന്ന്, ഈ വാഹനത്തിന് മുന്നിൽ നിന്ന് ഓരോ വാഹനങ്ങളായി പുറകിൽ നിന്ന് കൗൺസിലർമാരടക്കം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ഓരോ വോട്ടർമാരെയും കണ്ടുകൊണ്ട് ആ ഒരു നന്ദി അർപ്പിക്കുകയാണ്. എന്തായാലും ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും വളരെയധികം ആവേശപരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് ഈ ഒരു സമയത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ, അതായത് ഈ ഒരു സമയമായിട്ടും അങ്ങനെ ആളുകൾ കാത്തു നിൽക്കുകയാണ് BJP നേതൃത്വത്തെ, കൗൺസിലർമാരെ കണ്ട് നന്ദി. അതെ നമുക്ക് കാണാനുണ്ടല്ലോ, എല്ലാം റോഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഒരു നല്ലൊരു ദിവസമാണ് എല്ലാവർക്കും. നമ്മുടെ ഈ 50 കൗൺസിലർമാർ ഇങ്ങനെ നന്ദി പറയുന്ന ഒരു ആദ്യമായിട്ട് ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം ഇന്നാണ് ഈ വികസിത തിരുവനന്തപുരത്തിൻ്റെ ഒരു ഇന്ന് ആണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നൊരു ദിവസം. അതും ജനങ്ങൾക്ക് അറിയാം. ഇത് കഴിഞ്ഞ് ഒരു 45 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കും. അതിൻ്റെ ഒരു സ്വീകരണമാണ് ഈ ഇലക്ഷനിൽ ജനങ്ങൾ തന്നിരിക്കുന്നത്. അനന്തപുരിയിലെ ജനങ്ങൾ ഓരോരുത്തരും കാത്തിരുന്ന ആ ഒരു നിമിഷങ്ങൾ തന്നെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ അനന്തപുരിയിലെ ജനങ്ങൾ ഓരോരുത്തരും കാത്തിരുന്ന ഒരു വിജയം എന്ന് തന്നെ പറയാം. അതെ, അത് ശരിയാണ്. കാരണം 45 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല, അഴിമതി മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ ലെഫ്റ്റിൻ്റെ ഭരണമായിരുന്നു. ഈ ഇലക്ഷനിൽ കൃത്യമായി ലെഫ്റ്റിൻ്റെ എതിരെ ജനങ്ങൾ ഒരു ഒറ്റക്കെട്ടായിട്ട് ഒരു വോട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൊത്തം കേരളത്തിൽ അങ്ങനെയാണ് നടന്നിരിക്കുന്നത്. ഒരു ആൻറ്റി ലെഫ്റ്റ് ഒരു എന്താണ് പറയുക, ഒരു എൻവയറമെൻറ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ മടുത്തു. ഞങ്ങൾ 2 മാസമായിട്ട് പറയുന്ന ഒരു കാര്യം, ജനങ്ങൾ പറഞ്ഞ കാര്യമാണ്. ജനങ്ങൾക്ക് ഇടതും മതിയായി, വലതും മതിയായി, കോൺഗ്രസും മതിയായി, LDF മതിയായി. ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം, ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ അവർ ജനങ്ങൾ അവസരം തന്നപ്പോൾ എന്ത് ചെയ്തു അത് നിങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കും. അതായത് ഈ ഒരു മാറ്റം അത് അനന്തപുരിയിൽ മാത്രമല്ല, പല ജില്ലകളിലും പ്രതിഫലിച്ചു. ഇതൊരു കേരളത്തിലൊരു മാറ്റമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ജനങ്ങൾക്ക് ഈ വിവാദ രാഷ്ട്രീയമല്ല വേണ്ടത്, ഇനി വേണ്ടത് വികസന രാഷ്ട്രീയമാണ്. ഇതുവരെ UDF LDF മാറി ഭരിച്ചിട്ട് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് വിവാദ രാഷ്ട്രീയമാണ്. പക്ഷേ ഈ ഇലക്ഷനിൽ സ്വർണ്ണക്കൊള്ള, ശബരിമല കൊള്ള, ഈ ദ്രോഹങ്ങളെല്ലാം കണ്ട് ജനങ്ങൾ പറഞ്ഞു ഇനി ലെഫ്റ്റ് മതിയായി. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ജനങ്ങൾ തീരുമാനിക്കും അത് UDF ആണോ, കോൺഗ്രസിൻ്റെ ഭരണമാണോ, അല്ലെങ്കിൽ NDAക്ക് ഒരു അവസരം അവർ തരുമോ. അതാണ് ഇപ്പോൾ വരാൻ പോകുന്ന 3 മാസത്തിൽ ഞങ്ങളുടെ മിഷൻ 2026ന്റെ ഭാഗമായിട്ട് ഞങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. അനന്തപുരിയിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ആറ്റുകാൽ പൊങ്കാലയിൽ തുടങ്ങിയ അഴിമതിയാണ് അല്ലേ? അതെ, ഇതിൽ നോക്കൂ, ഈ നാണമില്ലാത്ത ഒരു സംവിധാനമാണ് നമ്മൾ കാണുന്നത്. LDF ആണോ UDF ആണോ? അല്ല, ശബരിമല എന്ന നമ്മളൊരു പുണ്യ സ്ഥലത്തിൽ നിന്ന് 4.5 കിലോ സ്വർണം കട്ടുകൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമൊന്നുമല്ല. ഇത് കേരളമാണ്, ഇന്ത്യയാണ്. അതുകൊണ്ട് നമ്മളിവിടെ റയറ്റ് ഒന്നും കാണുന്നില്ല, വയലൻസ് ഒന്നും കാണുന്നില്ല. ഇത് വേറെ ഏതെങ്കിലും നാട്ടിലാണെങ്കിൽ ഇപ്പോൾ
എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രക്രിയ, അതിൻ്റെ ഒരു റെസ്പോൺസ്. അതുകൊണ്ട് ഈ മാറ്റം ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. 2-3 മാസം മുമ്പ് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഇങ്ങനത്തെ ഭരണമല്ല നമുക്ക് വേണ്ടത്, ഇങ്ങനത്തെ രാഷ്ട്രീയമല്ല ഇനി നമുക്ക് വേണ്ടത്. നമുക്ക് ഇനി വേണ്ടത് ഒരു അഴിമതി രഹിത ഭരണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഭരണം, ജനങ്ങളെ വിശ്വാസികളെ ബഹുമാനിക്കുന്ന ഒരു ഭരണം. അതാണ് ആവശ്യം, അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അങ്ങ് പറഞ്ഞല്ലോ ഈ സ്വർണ്ണക്കൊള്ളയടക്കം നടത്തുന്നവർ, അതായത് ഈ സ്വർണ്ണക്കൊള്ളയടക്കം നടത്തുന്ന ഈ നാട്ടിൽ എന്ത് ചെയ്താലും തങ്ങളെ ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ള ഒരു ധൈര്യമുണ്ട്. അതാണ് അവരിങ്ങനെ ഇലക്ഷന് 4 ദിവസം മുമ്പേ മതേതരത്വം അങ്ങനെ ഓരോരോ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഓരോരോ സ്ലോഗൻ വെച്ച് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ നോക്കി. ഈ ഇലക്ഷനിൽ അവർ രാഹുൽ മാൻകൂട്ടം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇലക്ഷന് 4 ദിവസം മുമ്പ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നോക്കി. ഞങ്ങൾ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത് ഇനി മതിയായി, ഞങ്ങൾക്ക് മാറ്റം വേണം. മറ്റൊരു കാര്യം, ഈ പല കൗൺസിലർമാരോടും സംസാരിച്ചപ്പോൾ, അതായത് കഴിഞ്ഞ തവണ പ്രതിപക്ഷമായിരുന്നല്ലോ, ആ സമയത്ത് ഏതെങ്കിലും ഒരു ഫണ്ടിന് വേണ്ടി കോർപ്പറേഷനിലുള്ള അധികാരികളെ സമീപിക്കുമ്പോൾ ഫണ്ട് അനുവദിക്കാതെ ആ ഡിവിഷനിൽ വികസനം വേണ്ട എന്നുള്ള തീരുമാനമൊക്കെയാണ് അധികാരം. അതെല്ലാം മാറും. അത് ഇപ്പോൾ BJP ഭരിക്കുകയാണ്. കോർപ്പറേഷൻ്റെ കാശും കോർപ്പറേഷൻ്റെ റിസോഴ്സസ് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അത് സഖാവന്മാർക്കോ പാർട്ടിക്കല്ല. അതുകൊണ്ട് ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ ഓരോരോ രൂപ ഞങ്ങൾ ചെലവാക്കും. അതിൻ്റെ കൃത്യമായ കണക്കും തരും. അഴിമതി രഹിതമായിരിക്കും ഈ ഭരണം. അതുപോലെ ബൂത്തുകളിലും വാർഡുകളിലും പ്രവർത്തിച്ച ഒരുപാട് BJP പ്രവർത്തകരുണ്ട്. അവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് അവരുടെ ജീവിതത്തിൻ്റെ കൂടുതൽ സമയവും അവർ ചെലവഴിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു ഫലം നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. ഇത് അവരുടെ വിജയമാണ്. നോക്കൂ, ഇതിൽ ആർക്കും ഒരു സംശയമില്ല. ഞങ്ങളെല്ലാം ഏറ്റവും ഒരു ഭാഗ്യശാലിയാണ്. കാരണം ഇവരുടെ നമ്മുടെ സഹപ്രവർത്തകരും നമ്മുടെ പാർട്ടീൻ്റെ കാര്യകർത്താമാരാണ് ശരിക്കും ഇതെല്ലാം ചെയ്ത് കാണിച്ചു തന്നത്. തീർച്ചയായും അതുതന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. വളരെയധികം സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി ജനങ്ങളൊക്കെ തന്നെ അങ്ങനെ ആ BJP നേതൃത്വത്തെ സ്വീകരിച്ചുകൊണ്ട് കൗൺസിലർമാരെ ഓരോരുത്തരെയും അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഈ ശബരിമല കൊള്ളയടക്കം നടത്തിയ ആളുകൾ ഇന്ന് ഈ വോട്ട് പിടിക്കുവാൻ വേണ്ടി പല വിഷയവും കൊണ്ടുവന്ന് ഇവിടെ അതായത് BJPക്കുള്ള വോട്ടുകൾ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയപ്പോൾ അതിനെയൊക്കെ ജനങ്ങൾ വില കൽപ്പിക്കാതെ തന്നെ കൃത്യമായും ആർക്കാണോ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി നൽകി. ആ ഒരു വിജയം തന്നെ, അത് ജനങ്ങളുടെ വിജയം, അതിലുപരി പാർട്ടി പ്രവർത്തകർ, അതായത് അന്നു മുതൽ ഇന്ന് വരെ എല്ലാ സമയവും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഓരോ പാർട്ടി പ്രവർത്തകരുടെയും കൂടെ വിജയമാണ്. എത്ര കാലമായി അവർ സ്വപ്നം കാണുന്നതാണ് ഈ അനന്തപുരിയുടെ വികസനം. അനന്തപുരിയുടെ കോർപ്പറേഷൻ്റെ തലപ്പത്തേക്ക് അത് BJPയുടെ ഒരു മേയർ വരണം എന്നുള്ള ആഗ്രഹം, ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഒരു ആവേശം നമുക്ക് ഓരോരുത്തരും കാണാൻ സാധിക്കും. അദ്ദേഹവും പ്രതികരിച്ചപ്പോൾ അതുതന്നെയാണ് കൃത്യമായും പറഞ്ഞു വെക്കുന്നത്. ഇനി എല്ലാം മാറും എന്നുള്ള കാര്യം. അതായത് തങ്ങളുടെ കോർപ്പറേഷനിലെ അധികൃതരെ സമീപിക്കുമ്പോൾ തങ്ങളുടെ ഡിവിഷനുകളിൽ വികസനം വേണമെന്ന് അന്ന് പ്രതിപക്ഷത്തായിരുന്ന BJPയുടെ കൗൺസിലർമാർ സമീപിക്കുമ്പോൾ അതിനെയൊക്കെ മുഖം തിരിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു നേതൃത്വം അന്ന് കോർപ്പറേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഓരോരുത്തരിലേക്കും ആ ഒരു വികസനം എത്തിക്കും. അതിനുവേണ്ട കൃത്യമായിട്ടുള്ള വികസന രേഖ, മാസ്റ്റർ പ്ലാനോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. എന്തായാലും ഈ ഒരു ആവേശകരമായിട്ടുള്ള സ്വീകരണം അങ്ങനെ തുടരുകയാണ്. അത് എത്ര ഇരുട്ടിയാലും ജനങ്ങൾ അങ്ങനെ കാത്തു നിൽക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അനന്തപുരി ഇത്രയും അധികം ദാഹിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. BJPയുടെ വരവിനായി ദാഹിച്ചു നിന്ന ആ ഒരു ജനത, അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആ ജൈത്രയാത്ര തുടങ്ങുകയാണ്. അനന്തപുരിയുടെ ആ കോർപ്പറേഷനിലേക്കുള്ള യാത്ര. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസാരഥ്യം BJPക്ക് ഏൽപ്പിച്ചു നൽകിയ നഗരവാസികൾക്ക് നന്ദി അറിയിക്കൽ കൂടിയാണ് ഈ മഹാ റാലി. രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന ഈ റാലിയെ നഗരവാസികൾ ഒന്നടങ്കം സ്വീകരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയും NDAയും നടത്തിയ മുന്നേറ്റത്തിന് തീർച്ചയായും ആയിരക്കണക്കിന് BJP പ്രവർത്തകരുടെയും നൂറുകണക്കിന് പാർട്ടി നേതാക്കളുടെയും വിയർപ്പാണ്. ഈ വിജയത്തിൻ്റെ ശില്പി എന്ന് അവകാശപ്പെടാവുന്നത് പൂർണ്ണമായും രാജീവ് ചന്ദ്രശേഖർ എന്ന വിജയശില്പിക്ക് തന്നെയാണ്. അദ്ദേഹമാണ് തിരുവനന്തപുരം നഗരനിവാസികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ റാലിക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു റാലി? എവിടെയാണ് സമാപനം?
തമ്പാനൂരിൽ ബിജെപിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ നിന്ന് ആരംഭിച്ച ഈ റാലി ഇപ്പോഴിതാ കോൺഗ്രസിന്റെ സംസ്ഥാന കാര്യാലയത്തിൽ KPCC ആസ്ഥാനത്തിന് മുന്നിലൂടെയാണ് തിരുവനന്തപുരത്ത് ബിജെപിയുടെ വൻ വിജയ ആഹ്ലാദ റാലി ഇപ്പോൾ കാണാൻ തമ്പാനൂർ ബിജെപിയുടെ സംസ്ഥാന ഓഫീസിൽ നിന്ന് ആരംഭിച്ച റാലി കിള്ളിപ്പാലവും കരമനയും പൂജപ്പുരയും ജഗതിയും വടിതക്കാടും പേരൂർക്കടയും അമ്പലമുക്കും കവടിയാരും ശാസ്ത്രമംഗലവും പിന്നിട്ട് ഇപ്പോഴിതാ വെള്ളയമ്പലത്തേക്ക് തിരുവനന്തപുരത്തിന്റെ നഗരഹൃദയത്തിലേക്ക് എത്തിയിരിക്കുന്നു. രാജ്ഭവനടക്കം നിലനിൽക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിലൊന്നും സ്ഥിതി ചെയ്ത വെള്ളയമ്പലത്തേക്ക് രാജ്ഭവന്റെ ഭാഗത്തേക്ക് ഇപ്പോൾ ഈ റാലി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വെള്ളയമ്പലത്തിൽ നിന്നും കനകക്കുന്ന് മ്യൂസിയവും പിന്നിട്ട് പാളയം വഴി ഓവർബ്രിഡ്ജിലെത്തി അവിടെ നിന്നും കിഴക്കേക്കോട്ടയിലാണ് ഈ റാലിയുടെ സമാപനം ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിന്റെ ഏതാണ്ട് ഒരു വലം പൂർണ്ണമാകാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം മതി ബിജെപിയുടെ വൻ വിജയത്തിന്റെ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ വിജയത്തിന്റെ ഇപ്പോൾ കൃത്യമായി വെള്ളയമ്പലത്തെ ബിഷപ്പ് ഹൌസിന് മുന്നിലാണ് ഈ റാലിയുടെ മുൻവശം. അതായത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ജില്ലാ അധ്യക്ഷൻ കരമന ജയനുമുള്ള വാഹനമുള്ളത്. അവിടെ വെള്ളയമ്പലത്തെ റൗണ്ട് പിന്നിട്ട് ഇപ്പോഴിതാ കൃത്യമായി കെൽട്രോണിന്റെ മുന്നിൽ കൂടി തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സജീവമായ ഹൃദയഭാഗങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും സജീവമായ ഏറ്റവും അധികം ആളുകളൊക്കെ അവരുടെ സായാഹ്നങ്ങൾ ചെലവഴിക്കാനെത്തുന്ന കനകക്കുന്നിന്റെ മുന്നിലേക്ക് ഈ റാലി, ബിജെപിയുടെ റാലി എത്തുന്നു എന്നുള്ളതാണ്. ബിജെപിയുടെ റാലി എത്തുന്നു എന്നുള്ളതാണ്. അവിടെ ചില പ്രവർത്തകർ റോഡിലെത്തി അദ്ദേഹത്തെ കാണാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വാഹനം ഇപ്പോൾ കുറച്ച് മുന്നിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായത്. ബിജെപിയുടെ പ്രവർത്തകർ അദ്ദേഹത്തെ കാത്തുനിന്നുകൊണ്ട് അദ്ദേഹത്തെ ഹാരമണിയിക്കാനുള്ള ഒരു ശ്രമമുണ്ടായി. അത് വളരെ അപ്രതീക്ഷിതമായി നടന്നതുകൊണ്ടാണ് നമ്മുടെ വാഹനം ഇത്ര മുന്നിലേക്ക് വന്നത് എന്നുള്ളതാണ്. എന്തായാലും കനകക്കുന്നിലേക്ക് എത്തിയിരിക്കുന്നു. കനകക്കുന്ന് കഴിഞ്ഞാൽ മ്യൂസിയം, അത് കഴിഞ്ഞാൽ പാളയം, പിന്നെ MG റോഡ് വഴി നേരെ ഓവർബ്രിഡ്ജിന്റെ ഭാഗത്തേക്ക് എത്തും. അവിടെ നിന്നും കിഴക്കേക്കോട്ടയിലേക്ക് അനന്തപത്മനാഭന്റെ മുന്നിലാണ് ഈ യാത്രയുടെ, റാലിയുടെ സമാപനം ഉണ്ടാകുന്നത്. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു വലം വെക്കുമ്പോൾ ഈ വിജയത്തിന്റെ ചില രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ കൂടി നമ്മൾ പറയാതെ പോകരുത് എന്നുള്ളതാണ്. കാരണം കേരള രാഷ്ട്രീയത്തിലെ വഴിത്തിരിവെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. പാലക്കാടിന് പുറമെ തിരുവനന്തപുരത്തും വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞതോടെ സാധാരണഗതിയിലുള്ള ഒരു പരമ്പരാഗത വോട്ട് ബാങ്ക് രീതികളെയൊക്കെ BJP ഈ വിജയത്തിലൂടെ അട്ടിമറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ നേട്ടം, അല്ലെങ്കിൽ ഒരു വലിയ സൂചനയായി കാണുന്നത് എന്നുള്ളതാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വിജയം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. താങ്ക് യു തിരുവനന്തപുരം എന്നുള്ളത്. അത് തിരുവനന്തപുരത്തിന് മാത്രമുള്ളൊരു നന്ദിയായി കാണാൻ കഴിയില്ല, മറിച്ച് തിരുവനന്തപുരത്തിലൂടെ ഊന്നി കേരളത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ പരിസ്ഥിതിക്ക് വലിയ മാറ്റമുണ്ടാക്കാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന രീതിയിലാണ് BJP കേന്ദ്ര നേതൃത്വം ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവായിരുന്നു ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളത്. ദേശീയ നേതൃത്വം പോലും തിരുവനന്തപുരത്തിലൂടെ കേരളത്തിലെ മാറ്റമുണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസവും ഉറച്ച പ്രതീക്ഷയുമുണ്ട് എന്നുള്ള തെളിവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തെ നമ്മൾ കാണുന്നത്. ഒപ്പം ഒരു തിരുവനന്തപുരം പോലൊരു നഗരം പിടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വികസനത്തിന്റെ മാറ്റം വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ BJPക്ക് മാത്രമേ വികസനം സാധ്യമാക്കാൻ കഴിയൂ എന്ന് ജനങ്ങൾ തിരിച്ചറിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത്. ഇപ്പോൾ ഇതാ കനകക്കുന്നിൽ IFFKയുടെ ഭാഗമായിട്ടുള്ള ലൈറ്റിങ്ങുകളും ആഘോഷവും ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അവിടേക്കാണ് BJPയുടെ റാലി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു വശത്ത് IFFKയുടെ ആഘോഷം, മറുവശത്ത് BJPയുടെ വിജയാഘോഷം. തെരുവിൽ കാത്തു നിൽക്കുന്നവരെയും സാധാരണ വോട്ടർമാരെയും ഒക്കെ കൈയുയർത്തി വീശി കാണിച്ചുകൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഈ റാലി അങ്ങനെ മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ തിരുവനന്തപുരത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ മിനിമ മ്യൂസിയത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. BJPയുടെ വിജയാഘാത റാലി തിരുവനന്തപുരത്തെ ഏറ്റവും സജീവമായ ഇടങ്ങളിലൊന്ന് തിരുവനന്തപുരം മ്യൂസിയത്തിന്റെ മുന്നിലേക്ക്
ഈ റാലി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് NDA കൂടി രാഷ്ട്രീയ ബദലായി, ഇടതും വലതും മാത്രമല്ല മറ്റൊരു രാഷ്ട്രീയ ബദൽ കേരളത്തിലുണ്ട് എന്നുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റുകളിൽ വിജയം നേടിക്കൊണ്ടാണ് NDA അധികാരം പിടിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കാണുകയാണ് തിരുവനന്തപുരത്തിൻ്റെ നഗരഹൃദയത്തിൽ BJP നന്ദി അറിയിച്ചുകൊണ്ടാണ് നഗരവാസികളെ നേരിട്ട് കാണാൻ വേണ്ടി ഈ മഹാറാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇപ്പോൾ നേരത്തെ പ്രജിത്ത് പറഞ്ഞത് മ്യൂസിയം ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു എന്നാണ്. ഇനി അനന്തപത്മനാഭൻ്റെ മുന്നിലാണ് ഈ റാലിക്ക് സമാപനമാകുക. ഇനിയുള്ള ഈ റാലിയുടെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ നാം മ്യൂസിയം കഴിഞ്ഞിരിക്കുന്നു. LMSലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു BJPയുടെ റാലി എന്നുള്ളത്. അങ്ങനെ ആ ഭരണവിരുദ്ധ വികാരത്തിനൊടുവിൽ ഇടതുമുന്നണി ഭരണകൂടം പരാജയപ്പെട്ട് ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയ അതേ കോർപ്പറേഷന് മുന്നിലേക്ക് തിരുവനന്തപുരം നഗരഹൃദയത്തിൽ തിരുവനന്തപുരത്തിന്റെ തലപ്പൊക്കമുള്ള തലസ്ഥാനത്ത് തിരുവനന്തപുരത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിലേക്ക് BJP നേടിയ തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിലേക്ക് BJPയുടെ വിജയാഹ്ലാദ റാലി അങ്ങനെ എത്തിയിരിക്കുന്നു. ഇവിടെ ഇനിയൊരു BJP മേയർ ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരത്തിന്റെ തലസ്ഥാനത്തിന്റെ തലപ്പത്തേക്ക് ഒരു BJP നഗരപിതാവ് അല്ലെങ്കിൽ നഗരപിതാവ് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിലേക്ക് BJP പ്രവർത്തകരും അവരുടെ ആവേശം ഇരട്ടിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അതാ തിരുവനന്തപുരം നഗരത്തിന്റെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുന്നിൽ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ LDFിൽ നിന്നും UDFിൽ നിന്നും LDFിനെയും UDFിനെയും ഒരേപോലെ പരാജയപ്പെടുത്തിക്കൊണ്ട് BJP നേടിയ മഹാവിജയത്തിന്റെ അവരുടെ വലിയ നേട്ടത്തിന്റെ ആവേശം അതാ തലസ്ഥാന നഗരിയിൽ കോർപ്പറേഷന് മുന്നിൽ BJP പ്രവർത്തകർ കാണിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ആഘോഷം. ഇവിടെയാണ് അവർക്ക് ആവേശം ഇരട്ടിക്കുന്നത്, ആർപ്പുവിളികൾ കൂടുന്നത്. ഇത്രയും കാലം പല കാരണങ്ങൾ കൊണ്ട് നേടാതെ പോയൊരു നേട്ടം, ആ നേട്ടത്തിലേക്ക് എത്തിയതിന്റെ എല്ലാ തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയും. പച്ചയും കുങ്കുമവും നിറമുള്ള ആ പേപ്പർ കഷ്ണങ്ങൾ ഇങ്ങനെ പറന്നു വീഴുകയാണ്. അവിടെ ആഹ്ലാദം ഇരട്ടിക്കുകയാണ്, ആവേശം ഇരട്ടിക്കുകയാണ്. BJP നേടിയ തിരുവനന്തപുരത്തിന്റെ തലപ്പൊക്കമുള്ള തലസ്ഥാനത്തിന്റെ കോർപ്പറേഷന് മുന്നിൽ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കാരണമായ ഒരു വിജയത്തിനൊടുവിൽ ഇവിടെ ഇതാ BJPയുടെ ആഹ്ലാദ പ്രകടനം. ഇത് ഇനി ഭരിക്കുക, തിരുവനന്തപുരത്തിന്റെ ഭാവി നിയന്ത്രിക്കുക, തീരുമാനിക്കുക തങ്ങളാണെന്ന ഉറച്ച വിശ്വാസത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ പ്രകടനം കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. അത്ര വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. രാഷ്ട്രീയപരമായി അത്ര വലിയ രാഷ്ട്രീയ നേട്ടങ്ങളുണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ മുന്നേറ്റം, വലിയ നേട്ടങ്ങൾക്കൊടുവിൽ ഇപ്പോഴിതാ BJPയുടെ ആ വിജയാഹ്ലാദ പ്രകടനം തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ അവിടെ പ്രവർത്തകർ BJP സംസ്ഥാന അധ്യക്ഷന്റെ വാഹനത്തിൽ ചുറ്റും നിന്ന് മുദ്രാവാക്യം വിളികളുമായി വലിയ ആവേശ പ്രകടനം കാട്ടുകയാണ്. BJPയുടെ ആഘോഷത്തിന് മധുരം കൂടുന്നു, ആഹ്ലാദത്തിന് അതിന്റെ വീര്യം കൂടുന്നു എന്നുള്ളതാണ്. അങ്ങനെ അകറ്റി നിർത്തിയിരുന്ന ഒരു സ്ഥലത്ത് രാഷ്ട്രീയമായി ഒരു വിദ്വേഷം അല്ലെങ്കിൽ രാഷ്ട്രീയമായി പലപ്പോഴും ഒറ്റപ്പെടുത്തിയിരുന്ന ഒരു സ്ഥലത്ത് ജനങ്ങളുടെ വികാരത്തെ ഏറ്റുവാങ്ങി ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടി ജനങ്ങളുടെ വാൻഡേറ്റ് കൊണ്ട് BJP അധികാരം പിടിച്ച കോർപ്പറേഷന് മുന്നിൽ ഇവിടെ ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. BJPയുടെ നേതൃത്വത്തിൽ VV രാജേഷും കരമന ജയനും കരമന അജിത്തും അടക്കമുള്ള നേതാക്കൾ, ആശാനാഥും അടക്കമുള്ള കൗൺസിലർമാർ എല്ലാവരും നിരവധി സമരങ്ങൾ ചെയ്ത, പല വിഷയങ്ങളിലും ജനകീയ സമരങ്ങൾ ചെയ്ത ആ പ്രദേശത്ത് തന്നെ, ആ സ്ഥലത്ത് തന്നെ BJPയിലെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ വികാരങ്ങൾ ഉയർന്നു നിൽക്കുന്ന സമയം വലിയ പ്രതിപക്ഷ സമരങ്ങൾ കണ്ട BJPയുടെ നേതൃത്വത്തിൽ ജനകീയ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച ആ സ്ഥലത്ത് ഇനി പ്രതിപക്ഷമല്ല ഭരണപക്ഷമാണ് BJP. അതിന്റെ എല്ലാവിധമായ ആവേശങ്ങളും
തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ, കോർപ്പറേഷന് മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്ര വലിയ ആഹ്ലാദ പ്രകടനത്തിലേക്ക് BJP പ്രവർത്തകർ കടന്നിരിക്കുന്നു. ഈ തിരുവനന്തപുരം നഗരത്തിന് അങ്ങനെ ചേട്ടാ ഒരുപാട് പോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നിൽ നിന്നും അതാ LMSലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നിലേക്ക് ഇപ്പോൾ അതാ LMS അവിടെ നിന്നും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പാളയത്തേക്ക് LMSൽ നിന്ന് മ്യൂസിയത്തിന്റെ മുന്നിൽ നിന്ന് പാളയത്തേക്ക് BJPയുടെ റാലി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടിയിരിക്കുന്നു നീലിമ. കാരണം ഭരണവിരുദ്ധ വികാരത്തിൽ ഇവിടെ നിന്നും ഭരണം ശക്തമായെങ്കിലും ശരി, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി LDFനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതല്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഈ BJPയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ അത് മുഖ്യ പ്രതിപക്ഷമായി UDF മാത്രം ഗുണം ചെയ്യുന്ന ആ കാലം പോയിരിക്കുന്നു.